അങ്ങനെ ഫ്ലൈറ്റിൽ കയറാത്ത അമ്മയും കൊണ്ട് നേരെ ഫ്ലൈറ്റിൽ ചെന്നൈക്ക് വന്നു. ആ വീഡിയോ കാണാത്തവർ ഒന്ന് പോയി കാണുക. ചെന്നൈയിലെത്തിയത് ഏകദേശം ഒരു 6:30, 7 മണി ആ ഒരു ടൈമിലാണ്. എത്തിയ ഉടനെ തന്നെ ഞങ്ങൾ അന്വേഷിച്ചത് ഹോട്ടലാണ്. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നേ. അങ്ങനെ കിടിലൻ ദോശയൊക്കെ കഴിച്ചതിന് ശേഷമായിട്ട് സുഖകരമായി കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഞങ്ങൾ നേരെ വിട്ടത് മറീന ബീച്ചിലേക്കാണ്. ഇവിടെ എത്തിയപ്പോൾ ചിരിക്കണോ കരയണോ എന്നറിയാതെ രണ്ടും കൂടെ ചേർന്നൊരു മിക്സ്ഡ് ഫീലിംഗ്സ് ആയിപ്പോയി. ഒന്നാമതായിട്ട് ഞങ്ങളുടെ ടൈമിംഗ് തന്നെ പാളിപ്പോയി. ഇവിടെ എത്തിയപ്പോൾ ഏകദേശം 11:30, 12 മണി നട്ടുച്ച. രണ്ടാമതോ ഇതിന്റെ കടൽ വരുന്നത് 1 കിലോമീറ്റർ തീരത്തോടെ നടന്നിട്ടാണ്. എൻ്റെ ദൈവമേ, നടന്നു തുടങ്ങിയപ്പോൾ ഏതോ ഒരു മരുഭൂമി കൂടെ നടക്കുന്ന ഒരു ഫീൽ ആയിപ്പോയി. അങ്ങനെ ഫൈനലി ഞങ്ങൾ കടലിലോട് എത്തി കേട്ടോ. അങ്ങനെ വെയിലൊക്കെ അടിച്ച് ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് ദേ പോകുന്ന ഒരാൾ കുതിരപ്പുറത്ത്. നമ്മൾ വിചാരിക്കും ഭയങ്കര റൈഡറാണെന്ന്. പക്ഷേ ഈ പുള്ളി പെട്ടിരിക്കുകയാണ് കേട്ടോ. ലാസ്റ്റിൽ അവിടെ പോയി മറിഞ്ഞടിച്ച് വീഴുന്നുണ്ട്. അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. അത് കണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴാണ് ലൈഫ് ഗാർഡ്സ് വന്ന് എല്ലാത്തിനും അടിച്ചോടിക്കുന്നത്. ഉച്ചയ്ക്കല്ലേ? അങ്ങോട്ട് നടന്ന് അതേ ദൂരം തന്നെ തിരിച്ച് നടക്കണമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ മൈൻഡ് ആകെ ബ്ലാങ്ക് ആയിപ്പോയി. പക്ഷെ നടന്നല്ലേ പറ്റൂ. അങ്ങനെ തിരിച്ച് വന്നൊരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് നേരെ ഓട്ടോ വിളിച്ച് മെട്രോ സ്റ്റേഷനിലെത്തി. അവിടുന്ന് നേരെ എയർപോർട്ടിലേക്ക്. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നൽകിയൊരു യാത്രയായിരുന്നു. ചിരിച്ചതിന് കയ്യും കണക്കുമില്ല. അങ്ങനെ ഇത് അമ്മയുടെ 2ാമത്തെ ഫ്ലൈറ്റ് ട്രാവലും എൻ്റെ 6ാമത്തെ ഫ്ലൈറ്റ് ട്രാവലും. സോ ഈ വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ഞാനൊരു ചലഞ്ച് തരാൻ പോകുകയാണ്. നിങ്ങളുടെ പേരൻസ് ഇതുവരെ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ലെങ്കിൽ അവരെ ഒരു പ്രാവശ്യമെങ്കിലും ഫ്ലൈറ്റിൽ കയറ്റാൻ ഈ വീഡിയോ ഒരു മോട്ടിവേഷൻ ആവട്ടെ. ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരെല്ലാവരും ചലഞ്ച് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്